ഫ്രണ്ട്സ്, എല്ലാവർക്കും ആനി ആൻഡ് വിധു വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ വീട്ടിൽ എൻ്റെ അമ്മച്ചോടെ നിന്ന് മഴവില്ല് വന്നിന്. അതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ കാണിച്ചു തരട്ടെ മഴവില്ല്. ഇതാ നോക്കി. ഇത് കുറച്ച് മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ. കുറച്ച് മുന്നേ എന്ന് പറഞ്ഞാൽ വിധു ഏകദേശം നടക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ആ ടൈമിലുള്ള വീഡിയോ ആണ്. ഇപ്പം ഇത് കണ്ടപ്പോൾ അനുവിന് ഇത് അപ്ലോഡ് ചെയ്തേ പറ്റൂ. അങ്ങനെ എഡിറ്റ് ചെയ്തുണ്ടാക്കി അപ്ലോഡ് ചെയ്യാണ്. കണ്ടോ മഴവില്ല? അതാ കണ്ടോ? നല്ല ക്ലിയറായിട്ട് റൗണ്ടായിട്ട് വരുന്നുണ്ട്. ഇവിടെ അങ്ങനെ മഴ വരുന്ന ടൈം ആകുമ്പോൾ മഴവില്ല് കാണാറുണ്ട് കേട്ടോ. പക്ഷേ ഇത്രയും വലിയത് ഇത്രയും ക്ലിയറായിട്ട് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. നല്ല ഭംഗിയുണ്ട് മഴവില്ലൊക്കെ കാണാൻ. ശരിക്കും ഫോണിലൊക്കെ കാണുന്നുണ്ട്. എനിക്ക് മഴവില്ല് തൊടാൻ തോന്നുന്നു ഗൈസ്. ഇഷ്ടപ്പെട്ടു. അതാ ചേച്ചിക്ക് മഴവില്ല് തൊടണം എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ പറയാ. ഓക്ക് തൊടണം എന്ന് മഴവില്ല്. ആ അമ്മ ഇവിടെ അടുത്തുള്ളവരോടൊക്കെ വിളിച്ചു പറയുന്നുണ്ട് മഴവില്ല് അതാന്ന്. എല്ലാവരും കണ്ടോട്ടെ വെച്ചിട്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണം. ചിലവർക്ക് കാണുമ്പോൾ അത്ര വലിയ അത്ഭുതമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ കാണുമ്പം ഒരു പ്രത്യേക ഭംഗിയല്ലേ. റെയിൻബോ മഴവില്ല് എന്ന് പറഞ്ഞാലൊന്നും അങ്ങനെ എപ്പോഴൊന്നും കാണുന്ന സംഭവമല്ലല്ലോ. എപ്പോഴെങ്കിലുമൊക്കെ ആകാശത്ത് തെളിയുന്നതല്ലേ. മക്കൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള സംഭവം. എന്താ ഒരു വിമാനം അതിൽ കൂടെ പോകുന്നുണ്ട്. എവിടെ എവിടെ ഭാഗമൊക്കെ പോയി അടിഭാഗം തെളിഞ്ഞു വന്നേ. മഴവില്ല് കണ്ട സന്തോഷമായിട്ട് ഞങ്ങൾ ഈ കാണിക്കണേ. ഞാൻ പറഞ്ഞില്ലേ ഇത് കുറച്ച് മുന്നേ ഉള്ള വീഡിയോ ആണ്. ഇത് ചെറിയ ടൈമിൽ നടക്കാൻ തുടങ്ങുന്ന പ്രായമാണ്. ഒക്കെ നല്ല അത്ഭുതം, നല്ല ഇഷ്ടമായി സംഭവം. ചേച്ചിനെക്കാൾ ഇൻട്രസ്റ്റ് ആയി അനിയത്തിക്ക്. മോനെ മഴവില്ലടാ ആകാശത്ത് വടക്ക് കിഴക്ക് ഭാഗത്തുള്ള മഴവില്ലേ. തൊടാൻ തോന്നുന്നുണ്ട് അമ്മ. പറഞ്ഞു കൈ വന്ദിച്ചു നോക്കിയാ കിട്ടുണ്ടോ നോക്കിയാ. ഇന്നലെ പറഞ്ഞിട്ടുള്ളൂ. അപ്പത്തേക്ക് എടാ മഴവില്ലേ, മഴവില്ലതാ ആകാശത്തേക്ക് നോക്ക്. എല്ലാവരും മഴവില്ല് കണ്ടില്ലേ? ഇഷ്ടായ മഴവില്ല്? ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും മഴവില്ല് ഇഷ്ടമായ